നമസ്കാരം. ഇന്ന് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുട്ടുകൾക്കുണ്ടാകുന്ന വേദന. 90% ആളുകൾക്കും മുട്ടുകൾക്ക് വേദന ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു കാലിനാണ്. അതിന് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് ഒരു കാലിലേക്ക് കൂടുതൽ വരുന്നത് മൂലമാണ് നമുക്കങ്ങനെ ഒരു കാലിന് ആദ്യമായിട്ട് വേദന സ്റ്റാർട്ട് ചെയ്യുന്നത്. പണ്ടൊക്കെ അത് പ്രായമായവരിൽ കണ്ടുവരുന്നു. ഇപ്പം ചെറുപ്പക്കാരിലും ഈ ഒരു വിഷയം കണ്ടുവരുന്നുണ്ട്. അത് നമ്മുടെ ഒരു ശരീരത്തിനുണ്ടാകുന്ന അലൈൻമെൻറ്റ് മാറ്റം മൂലമാണ് നമുക്കങ്ങനെ ശരീരത്തിൻ്റെ വെയിറ്റ് ഈക്വലായിട്ട് രണ്ട് കാലിലേക്ക് പോകാതെ ഏതെങ്കിലും ഒരു കാലിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന പോലെ നമുക്ക് മുട്ടുകൾക്ക് വെക്കുന്ന തേയ്മാനം ഉണ്ടാകുന്നതിനും കുറച്ച് ഏജ് ആകുന്നതനുസരിച്ച് ആ കാലുകൾക്ക് വളവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പം അത് നേരത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിഷയത്തിന് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അവർക്ക് ആ ഒരു വേദന ഉണ്ടാകാത്ത ഒരു അവസ്ഥയിലേക്ക് നമുക്കതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് രണ്ട് കാലിലേക്ക് ഈക്വൽ ആവുകയും അത് ശരീരത്തിന് അത് താങ്ങാവുന്ന ഒരു ശേഷിയിലേക്ക് നമ്മുടെ മുട്ടിനെ ആക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രധാന ജോയിൻസുകളൊന്നാണ് നീ ജോയിൻറ്റ്. അപ്പം ഇതിന് വരുന്ന കംപ്ലൈൻറ്റുകൾ നമ്മളെ അത് ഒത്തിരി പൊണ്ണത്തടിക്കൊക്കെ കാരണമായിട്ട് നമുക്ക് ചലനങ്ങൾ നമ്മുടെ മുട്ടിന് വേദന വരുമ്പോൾ നമുക്ക് കൂടുതൽ നടക്കാൻ പറ്റാതെ വരികയും നമ്മൾ അങ്ങനെ ഒത്തിരി ഇരിക്കുമ്പം പ്രത്യേകിച്ച് കുറച്ച് പ്രായമായവരൊക്കെ കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ വെക്കുന്നത് ചേർത്തിട്ട് മുട്ടു വേദന കൂടി വരുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. അപ്പം നമുക്ക് അവരുടെ ആ ശരീരത്തിന് മൊത്തത്തിൽ അലൈൻമെൻറ്റ് ചെയ്ത് അവരെ ആ നീ ജോയിൻറ്റിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ നീ ജോയിൻറ്റും ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസിലൂടെ നമുക്ക് അവരുടെ ആ മുട്ടുവേദന പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം. പ്രായമായവർ പക്ഷേ ആ വേദന മാറിയാലും കണ്ടിന്യൂസ് ആയിട്ട് ആ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രം. അപ്പോൾ ആ ഒരു എക്സസൈസാണ് ഇന്ന് നമ്മളൊന്ന് കാണിച്ചു തരുന്നത്. സിമ്പിളാണ് ശരിക്കും. നമ്മളൊരു 1.5 ലിറ്റർ ബോട്ടിൽ വെള്ളം നിറച്ചെടുക്കുക. വേറെ വെള്ളം നിറയ്ക്കുന്ന വേറെ ഉദ്ദേശമൊന്നുമില്ല. കുപ്പി ചളുങ്ങി പോകാതിരിക്കുന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ വെള്ളം നിറയ്ക്കുന്നത്. അല്ലാതെ വെള്ളം മാറ്റേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല. ഇത് എപ്പോഴും ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ചെറിയ ബോട്ടിലോ വലിയ ബോട്ടിലോ എടുക്കാതെ ഒരു 1.5 ലിറ്റർ ബോട്ടിലാണ് ഇത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ലത്. നമ്മളതിന് രണ്ട് കാലുകളും ഒപ്പം കയറ്റി വെച്ചതിന് ശേഷം ഒരേ കാലിന് വെച്ചാണ് ചെയ്യാവുള്ളൂ. ചെയ്യേണ്ട വിധം എന്ന് വെച്ചാൽ നമ്മൾ നേരെ മുട്ടിൻ്റെ അടിയിലേക്ക് ഈ ബോട്ടിൽ 1 ലിറ്റർ ബോട്ടിൽ ഇങ്ങനെ കയറ്റി വയ്ക്കുക. കയറ്റി വെച്ചതിന് ശേഷം താഴേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മുടെ കാലിനെ പൊങ്ങി ഉയർന്ന് നിൽക്കാവുന്ന രീതിയിൽ താഴേക്ക് പ്രസ്സിങ് ചെയ്യുക. പ്രസ് ചെയ്ത് ഇങ്ങനെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ വെച്ചാൽ നമ്മളൊരു സ്ലോയിൽ 10 വരെ എണ്ണ സമയം നമ്മൾ ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് താത്തുക. വീണ്ടും അങ്ങനെ ടൈറ്റ് ചെയ്ത് നിർത്തുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും താത്തുക. ഇതിങ്ങനെ ഒരു കാലം ഒരു 20 പ്രാവശ്യമൊക്കെയാണ് ചെയ്യേണ്ടത്. നമുക്ക് മിനിമം ഒരു 20 പ്രാവശ്യം ഒരു കാലിന് ചെയ്യണം. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 20 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ വേദന അധികം കൊള്ളൊക്കെ ഈ മസിൽസിനൊക്കെ കുറച്ച് വേദന ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു 10 പ്രാവശ്യം ഈ കാലിന് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം ഈ കാലിന് ചെയ്യുക. തിരിച്ച് വീണ്ടും ഒരു 10 പ്രാവശ്യം ഇതിന് ചെയ്യുക. വീണ്ടും ഒരു 10 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ മാറി ചെയ്യുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് ഒന്നുമില്ലെങ്കിൽ നമ്മളിത് ഇരിക്കുന്ന ഒരു സെറ്റി ഉണ്ടെങ്കിൽ സെറ്റിയിൽ അല്ലെങ്കിൽ കട്ടിലേൽ ഇരുന്ന് വേണം ചെയ്യാൻ. നിലത്ത് ഇരുന്ന് ഒരു കാരണവശാലും ചെയ്യരുത്. കട്ടിലേലാണെങ്കിൽ നമുക്ക് ഒരു ബാക്കിൽ സപ്പോർട്ട് കിട്ടും. അപ്പം കുറച്ച് പ്രായമായിട്ട് ബാക്കിലേക്ക് സപ്പോർട്ട് കിട്ടുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചെറുപ്പക്കാർക്കൊക്കെ അങ്ങനെ ഇരുന്നുകൊണ്ട് ചെയ്യാം. അവിടെ സപ്പോർട്ട് കിട്ടിയാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഫ്രീ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇത് ചെയ്ത് കഴിയുമ്പോൾ വേദന കൂടുകയാണെങ്കിൽ ഒരു കാരണവശാലും ചെയ്യരുത്. തുടക്കക്കാർക്കാണെങ്കിൽ ഒരു എക്സസൈസ് മാത്രം മതിയാവും. അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്തില്ല പോലും ഈ ഒരു എക്സസൈസ് ചെയ്താൽ തന്നെ നമ്മുടെ മുട്ടിൻ്റെ ലിഗമെൻ്റൊക്കെ ബലം വെക്കുന്ന മസിൽസും ലിഗമെൻ്റൊക്കെ ബലം വെക്കുന്നതനുസരിച്ച് നമുക്ക് മുട്ടുവേദന വെക്കുന്നത് മാറി കിട്ടും. ചെയ്യുമ്പം ഈ എക്സസൈസ് ചെയ്യുമ്പം വേദന കൂടുന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യരുത്. ആ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ചെയ്യാവുള്ളൂ. ഓക്കെ, എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. തുടക്കം വേദന ഉള്ളവർക്കാണെങ്കിൽ ഇത് വെക്കുന്ന ഒരു നല്ലൊരു റിസൾട്ട് കിട്ടും. വെക്കുന്ന വേദന മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സ്റ്റെപ്പൊക്കെ കയറി കിടക്കാൻ ഈസി ആയിട്ട് നമുക്ക് സ്റ്റെപ്പൊക്കെ കയറി കിടക്കാനും പറ്റും. നടപ്പ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെടുന്നതായിരിക്കും. താങ്ക് യു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇതൊരു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. രാജൂർ വെൽനസ്, പോത്തനക്കാട്.